ഈ ദാറുൽ ഹദീസ് അൽ ഇസ്ലാമിയ എന്ന് പറയുന്നതിന്റെ കാര്യപരിപാടി തുടങ്ങുന്നത്, അതിന്റെ ആമുഖം തന്നെ ഇപ്രകാരമാണ്: മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ മേഖലകളിലെയും ദർശനമാണ് മുത്തുനബിയുടെ ജീവിതം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇദംഭ്രമമായ ഒരു പദ്ധതിയാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതെല്ലാവരുടേതും എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഈ നാട്ടുകാരുടേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. നമ്മുടെ നാട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിൽ നിന്ന് എപ്പോഴും ഒരു മന്ദമാരുതൻ അടിച്ചു വീശാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുനോട്ടം നമ്മുടെ ഈ ഗ്രാമത്തിലേക്കുണ്ടാകാൻ, ആ നല്ല കാറ്റ് ഈ ഗ്രാമത്തിലെ മുഴുവൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ തഴുകിത്തലോടി കടന്നു പോകാൻ, അതുവഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുക്കൊടുക്കുന്ന ഹൗലുൽ കൗസർ വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോ സുഹ്ഖൻ സുഹ്ഖാ, ദൂരെ മാറിപ്പോ എന്ന് പറയാതെ ഇവൻ ഒരു ഗ്രാമത്തിൽ ഒരു ദാറുൽ ഹദീസ് സ്ഥാപിച്ചപ്പോ ആ ഉസ്താദിനും അവിടെ പഠിക്കുന്നവർക്കും ആ സ്ഥാപനത്തിനും സഹായിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേക ശഫാഅത്തും സ്പെഷ്യൽ പരിഗണനയും നമുക്ക് കിട്ടാനൊക്കെ ഇത് കാരണമാകും.